ഷാബാസ് ഷെരീഫ് വധക്കേസിൽ ഒന്നാം പ്രതി ഷെബിൻ അഷ്റഫ് ഉൾപ്പെടെ 3 പേർ കുറ്റക്കാർ. രണ്ടാം പ്രതി ഷിഹാബുദ്ദീനും 6ാം പ്രതി നിഷാദും കുറ്റക്കാരെന്ന് കോടതി. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, ഷാബാസ് ഷെരീഫ് കേസിനെ കുറിച്ച് ഒപ്പം 10 പേരെയാണ് വെറുതെ വിട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കോടതി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയ കാര്യങ്ങൾ, ഉത്തരവ് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? തന്നെയാണ് ലക്ഷ്മി. ഇത് അതായത് ഒരു കൊലക്കേസ്, ആ കൊലക്കേസിൽ വിചാരണ പൂർത്തിയാക്കി ഇന്ന് വിധി പ്രസ്താവിക്കുമ്പോൾ വിചാരണയിടെല്ലാം ഏറെ നേരിട്ട പ്രശ്നം ഒരു മൃതദേഹാവശിഷ്ടം കണ്ടുകിട്ടാത്ത, പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് പോലും ഇല്ലാതെ ഒരു കേസ് വാദപ്രതിവാദത്തിന് എത്തി എന്നുള്ളതാണ്. അതിലാണ് ഇപ്പോൾ 3 പേരെ ശിക്ഷിച്ചിരിക്കുന്നത്. മൂന്ന് പേർ പ്രതികളാണ്. ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ ഷെബിൻ അഷ്റഫ് 1ാം പ്രതിയും, 2ാം പ്രതി അദ്ദേഹത്തിന്റെ മാനേജർ ഷിഹാബുദ്ദീൻ, 6ാം പ്രതി ഡ്രൈവർ നിഷാദ് എന്നിവരാണ് ഇപ്പോൾ കോടതി കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കുള്ള കുറ്റം എന്തെന്നുള്ളത് 22ാം തീയതിയാണ് പ്രഖ്യാപിക്കുകയും വിധി പറയുമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് കണ്ടെത്തിയത്. ആകെ 13 പ്രതികളാണ്ടായിരുന്നത്. അതിൽ 10 പ്രതികൾ ഈ ഷെയ്ബിൻ അഷ്റഫിന്റെ ഭാര്യ ഉൾപ്പെടെ മറ്റ് 10 പ്രതികളെയും വെറുതെ വിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട ഒരു പ്രമാദമായ കേസ്, ഒരു നാട്ടുവൈദ്യനെ മൈസൂരിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കി കളഞ്ഞതിന് ശേഷം 1.5 വർഷത്തിന് ശേഷമാണ് ഈ സംഭവത്തെക്കുറിച്ച് കേസ് പുറത്തുവരുന്നത്, വിവരങ്ങൾ പുറത്തുവരുന്നത്, കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. തുടർന്ന് അന്വേഷണ മികവിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് ഏറെ പാടുപെട്ട ഒരു കേസ് കൂടിയായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് മൃതദേഹാവശിഷ്ടമോ മറ്റോ ഒന്നും കിട്ടാതെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം 3 പേരെ ഇപ്പൊ ശിക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസിന്റെ മികവിറ്റ അന്വേഷണം തന്നെയാണ് എന്നതിന് കോടതി പറയുന്നു. ഒപ്പം തന്നെ ബാക്കി 10 പ്രതികളെ ഇതിനകത്ത് വെറുതെ വിട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടതും. ലക്ഷ്മി, വളരെ പ്രമാദമായ കേസായിരുന്നു ശാന്തകുമാർ ഈ ഷാബാസ് ഷെരീഫ് വധക്കേസ് എന്നുള്ളത്. ഈ പാരമ്പര്യ വൈദ്യനെ മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവരികയും അദ്ദേഹത്തെ ഇവിടെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം. ഈ പറഞ്ഞതുപോലെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാത്തത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. അത് തന്നെയാണോ ഈ 10 പേരുടെ വെറുതെ വിടലിലേക്ക് എത്തിയത്? അവർക്കെതിരായ കുറ്റങ്ങൾ തെളിയിക്കുവാൻ കഴിയാതെ പോയതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടാണോ? ഇതിനകത്ത് പങ്കാളിത്തമുണ്ടെങ്കിലും അതിനകത്ത് കാര്യമായി മറ്റ് തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തത് തന്നെയാണ് പോലീസിനെ ഏറെ പ്രയാസപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൊലയ്ക്ക് ആസൂത്രണം ചെയ്തു നടപ്പാക്കിയ 3 പേരെയും എന്തായാലും ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അതിന്റെ തെളിവുകൾ കണ്ടെത്തി ശിക്ഷ നടപ്പാക്കാനും പോലീസിനെ ശിക്ഷയിലേക്ക് എത്തിക്കാനും പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയുണ്ട്, അതേപോലെ തന്നെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് ഇതിൽ കണ്ടെത്തിയത്. ബാക്കി എല്ലാവരും ഇതിനകത്ത് പങ്കാളിത്തമുണ്ടെങ്കിലും അതിന് വ്യക്തമായ തെളിവ് നൽകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതൊന്നും മനസ്സിലാക്കുന്നത്. ഇതിലാകെ ലഭിച്ച തെളിവ് ഈ ഷാബാസ് ഷെരീഫിന്റെ ഒരു തലമുടി ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്നും ലഭിച്ചു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കേസ് പുറത്തു വന്ന് ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ഇവ കണ്ടെത്തുന്നത്. ആ ഒരു തലമുടി DNA പരിശോധനയിലാണ് ഇത് ഷാബാസ് ഷെരീഫിന്റെ തലമുടിയാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിഞ്ഞത്. ആ ഒരൊറ്റ തെളിവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തന്നെയാണ് ഈ ഷൈബിൻ അഷ്റഫിനെ ഈ കേസിലെ മുഖ്യപ്രതി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ശിക്ഷയിലേക്ക് എത്തിക്കുന്നതും. അദ്ദേഹത്തിന്റെ മാനേജറും ഡ്രൈവറും ഉൾപ്പെടെ 3 പേരാണ് ഇപ്പോൾ ഇതിനകത്ത് ശിക്ഷ ഏൽക്കുന്നത്. 3 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 2019 ഓഗസ്റ്റിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഈ സംഭവത്തെ കുറിച്ച് ഈ ഘട്ടത്തിൽ ഒന്ന് വിശദമായി പറയുന്നത് പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയുന്നത് നന്നായിരിക്കും. 1 വർഷത്തോളം ചങ്ങലക്കിട്ട് പീഡിപ്പിച്ച് ഇദ്ദേഹത്തിനെ മരുന്നിന്റെ രഹസ്യം പറയുവാൻ ഇവർ പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ എത്രത്തോളം കോടതിയിൽ സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കോടതിയിൽ തെളിയിക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ കേസിന്റെ പശ്ചാത്തലം, വിവരങ്ങൾ കൂടി കുറച്ചുകൂടി വിശദമായി പറയാമോ ശാന്തകുമാർ? 2019 ഒക്ടോബറിലാണ് ഈ ഷാബാസ് ഷെരീഫിനെ അദ്ദേഹം മൈസൂരിലെ മൂലക്കുരുവിന്റെ ഒറ്റമൂലി ചികിത്സ നടത്തുന്നതാണ്. ഏറെ വിജയകരമായി നടത്തുന്ന ഒരാളാണ്, നാട്ടുവൈദ്യനാണ്. ഈ നാട്ടുവൈദ്യന്റെ ഈ ചികിത്സ രഹസ്യം ചോർത്തുന്നതിന് വേണ്ടിയാണ് ഈ നാട്ടുവൈദ്യനെ നിലമ്പൂരിലെ മുക്കട്ടയിലുള്ള ഈ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ കൊണ്ടുവരികയും അവിടെ 1.5 വർഷത്തോളം
വളരെ മൃഗീയമായി പീഡിപ്പിക്കുകയും ഈ രഹസ്യം നൽകാത്തതിനെ തുടർന്ന് 1.5 വർഷത്തിന് ശേഷം കൊലപ്പെടുത്തി ഈ വെട്ടിനുറുക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കിക്കളയുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാം നേതൃത്വം നൽകിയത് ഈ ഷൈബിൻ അഷ്റഫ് ആയിരുന്നു. ഷൈബിൻ അഷ്റഫിന്റെ കൂട്ടാളികളായിട്ടുള്ളവരാണ് ശേഷിക്കുന്നവർ. ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യ ആ വീട്ടിലുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് ഇതേക്കുറിച്ച് അറിയാമായിരുന്നു. പിന്നീട് ഇത് 2019 ഈ തട്ടിക്കൊണ്ടുവരുന്നു, 2020 കൊലപ്പെടുത്തുന്നു. ഈ കേസ് പുറത്തു വരുന്ന 2022 അതായത് ഈ കൊലപ്പെടുത്തിയതിന് ആവശ്യമായ വാഗ്ദാനം ചെയ്ത പണം കൂട്ടാളികൾക്ക് നൽകിയില്ല എന്ന് പറഞ്ഞ് കൂട്ടാളികളിൽ 3-4 പേർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് ഒരു സമരം നടത്തുന്നു. പോലീസിന് മുന്നിൽ വെല്ലുവിളികൾ നടത്തുന്നു. തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് പറയുന്നു. ഇത് ഒരാളെ കൊലപ്പെടുത്തിയ ആളുടെ കഥകൾ പറയുന്നു. അവിടെ നിന്നാണ് ഇതിന്റെ ഈ കേസിന്റെ തുമ്പിലേക്ക് എത്തുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഓരോ കഥകളും പുറത്തു വരികയും ഇതിലെ കൊലപാതകം നടന്നതിന്റെ ഘട്ടത്തിലേക്ക് എത്തിയ സാഹചര്യങ്ങൾ വരികയും അതിലെ സഹായിച്ച അതിനകത്ത് സഹായം ചെയ്തു കഴിഞ്ഞ ഓരോരുത്തരെയും കണ്ടെത്തുകയും ചെയ്ത് ഇതിനിടയിൽ ഈ പ്രതികൾ കൊലപ്പെടുത്തിയ മൃതദേഹ ശാന്തകുമാർ, ഒരു കാര്യം കൂടി വളരെ വേഗത്തിൽ, എപ്പോഴായിരിക്കും ശിക്ഷാവിധി? ശിക്ഷാവിധി 22-ാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ്. അതായത് ഇന്ന് 20-ാം തീയതി, 22, 2 ദിവസത്തിന് ശേഷം ശിക്ഷാവിധി പ്രഖ്യാപിക്കും. 3 പേർക്കാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഈ 3 പേരുടെയും ശിക്ഷ 22-ാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ സെഷൻ ജഡ്ജ് 1 കോടതിയിലെ ജഡ്ജ് തുഷാർ ഇപ്പോൾ വിധി പ്രസ്താവിക്കുമ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഷാബാസ് ഷെരീഫ് വധക്കേസിൽ ശിക്ഷാവിധി 22-നാണ്. 1, 2, 6 പ്രതികൾ, അങ്ങനെ 3 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 1-ാം പ്രതി, 2-ാം പ്രതി, 6-ാം പ്രതി എന്നിവരാണ് ഈ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ ഇപ്പോൾ കുറ്റക്കാരെന്ന് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഷെബിൻ അഷ്റഫ് ഉൾപ്പെടെ 3 പേർ, 2-ാം പ്രതി ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ്, ഇവരാണ് കുറ്റക്കാരെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.